അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെറീന ഇടയ്ക്കിടെയായിട്ട് ഇത് പറയുന്നുണ്ട്. ഐഷുമ്മ ഓരോന്ന് ആലോചിച്ചു. മോനെ, ഷാമോനെ. ആ ഉമ്മ എന്താ? എൻ്റെ പൊന്നാര കുട്ടിയെ, ആ ഷെറീന ഉണ്ടല്ലോ അപ്പുറത്തെ പെരീത്തെ, ആ പമ്പർന്നോൾ എന്നോട് ഒന്ന് രണ്ട് വട്ടമായി ഇതിങ്ങനെ വന്ന് പറയണേ, നിങ്ങൾ സെമീറാനെ നല്ലോണം നിങ്ങൾ സൂക്ഷിച്ചോളി, ഓള് പെരീത്തെ പൊന്നും പണ്ടൊക്കെ എടുത്തു കൊണ്ടുപോകും എന്നൊക്കെ. എൻ്റെ പൊന്നാര കുട്ടിയെ, പൊന്ന് മുഴുവൻ നമ്മളിപ്പോൾ തങ്ങളടുത്ത് കൊടുത്തേക്കല്ലേ. ഇനിയിപ്പോൾ മൂപ്പരത് ബിസിനസ് ചെയ്തിട്ട് ഇപ്പം ആണെങ്കിൽ നല്ലോണം ഇങ്ങോട്ട് വില കൂടുകയും ചെയ്തേക്കണ്. ഉമ്മ, ഏതായാലും പഴയ കാലത്ത് സ്വർണ്ണമൊക്കെ പാത്തച്ച് നന്നായി. മോനെ, എടാ അത് ഞാൻ എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുത്താൻ വിചാരിച്ചു കണ്ട് വെച്ചതല്ലേ. ഏതായാലും സ്വർണ്ണമൊക്കെ തങ്ങളടുത്താണല്ലോ, തങ്ങളല്ലേ ഇനി പള്ളിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ചെയ്യണത്. പൊന്നു മോനെ, ഈ പെമ്പറന്നോള് ഇതന്നെ ഏത് നേരം പറയണ വന്ന് കാരണം എന്താ അവള് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാവും. ഷെറീന വന്ന് പരസമീറ പൊന്നെങ്ങാനും കട്ട് കൊണ്ടുപോയിക്കണം, നിങ്ങൾ നോക്കിക്കോളി നോക്കിക്കോളി നോക്കിക്കോളിന്ന്. ഓൽക്കിപ്പോൾ ഇതറിയാം. ഞാൻ മുണ്ടിയില്ല. ഉമ്മ, നിങ്ങളൊന്നും പറയണ്ട, സ്വർണം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയണ്ട. സത്യം പറഞ്ഞ ഷമ്മാസിന് കാര്യങ്ങൾ മനസ്സിലായി. അതെ, കള്ളത്തികൾ അവർ പൊന്ന് കട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ സമീറാൻ്റെ മേത്തേക്ക് ഇടുകയാണ്. പാവം ആ സമീറ കിട്ടിയ പാഴത് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും കഷ്ടമായിപ്പോയി. ഉമ്മ, എന്താ മോനെ? അല്ല സമീറയെ നമ്മളിപ്പോൾ അവിടെ വരുമെന്ന് പറഞ്ഞതല്ലേ, പിന്നിപ്പോൾ പൊന്നു മോനെ വിളിച്ചിട്ട് പോലും കിട്ടണില്ല. ആ, അങ്ങനെയാണോ? ഓ, അതിപ്പോൾ എന്താന്നാവല്ലേ. ഏതായാലും ഷമ്മാസിന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം അവൾക്ക് അവിടെ ഇഷ്ടമല്ലാതെ ഇറങ്ങി വന്നതാണ്. പിന്നിപ്പോൾ എന്താ അറിയില്ല, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എന്താന്നാവോ. എന്നാൽ ഈ സമയം അതാ സമീറ അവിടെ മാകെ ഫോൺ തിരയുകയാണ്. എല്ലാ റൂമിലും അവൾ തിരഞ്ഞു നോക്കുമ്പോൾ നാസറിൻ്റെ റൂമിലും ഒന്ന് തിരയട്ടെ എന്ന് കരുതി അവൾ ആ റൂമിലേക്ക് പ്രവേശിക്കുക. എങ്ങോട്ടാ? ഒരു അട്ടഹാസമാണ് കേട്ടത്. അതെ, പിന്നിൽ തൻ്റെ ഭർത്താവ്. അവൾ പേടിച്ചു. അത് എൻ്റെ ഫോൺ ഇങ്ങനെ എൻ്റെ റൂമിലുണ്ടാകുക, അത് നീ പറ. അത് എൻ്റെ ഫോണ് ഞാൻ എവിടെ വെച്ചു? നിനക്കെന്താടി ഫോൺ? ആരെ നിന്നെ വിളിക്കാൻ? നിൻ്റെ ആ കള്ള കാമുകനെ വിളിക്കുന്നുണ്ടാവൂലേ? അവൾ നിശബ്ദമായി. ദേ, അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആ പറയടി, പറ, എൻ്റെ വായിൽ നിന്ന് വരാനുണ്ട് വരട്ടെ. എന്നാൽ റാഹിലയും അയാളും കൂടെ പെണ്ണ് കാണാൻ പോയിരുന്നു. ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ, പെണ്ണ് കുഴപ്പമൊന്നുമില്ല, ഒരു തൻ്റെ കാര്യത്തിൽ തോണ്ട് കണ്ടു, കുറച്ച് പ്രായം നല്ല ഉണ്ട്, കെട്ടിച്ച് തീർത്താന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ പെണ്ണാണ്. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവൾ എത്ര നല്ലത്. പക്ഷെ ഇവൾ കുറച്ച് തടി ഉണ്ടെന്നല്ലേ ഉള്ളൂ. എന്താ പെട്ടെന്നാവോ, എനിക്ക് നല്ലോണം പറ്റിയിക്കണ് കാക്കാക്ക്. കാക്ക അതെന്നെ മതി തന്നെ പറഞ്ഞു. എന്താവോ ഇനിയിപ്പോൾ എന്തേ ഓല് തമ്മിൽ എന്തേലും ബന്ധം എന്തേ ഉണ്ടാകുന്നോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും എന്നെ കൊണ്ടുപോയി. നല്ലോണം വയസ്സുണ്ട്, താത്താനേക്കാളും വയസ്സ് തോന്നിക്കും. നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോളി, നിങ്ങളെ മട്ടം പോലെ. അല്ലേ ഇപ്പോൾ ഒരു പെണ്ണുണ്ടല്ലോ. പിന്നെ എൻ്റെ പൊന്നാരമ്മ, ഓന് കുട്ടികളില്ലാത്ത നിങ്ങൾക്ക് അറിയില്ലേ, അതുകൊണ്ടല്ലേ വേറൊന്ന് കെട്ടണത്. പിന്നെ കെട്ടിച്ച് തീർത്ത് കുറച്ച് മൂത്ത് നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഓനക്ക് ഇഷ്ടപ്പെട്ടിക്കണെങ്കിൽ ഞമ്മക്കിപ്പോൾ എന്താ? എങ്ങനെ വെച്ചാൽ ചെയ്തോളൂ, എന്നോട് നിങ്ങൾ ഒരു വാക്കും പറയണ്ട. ആ പെണ്ണിൻ്റെ ഫോൺ എങ്ങാനും കിട്ടിയടി. പെണ്ണിൻ്റെ? സമീറാൻ്റെ. എവിടെ വെച്ചു? ഓർമ്മ വേണേ, ബുദ്ധിയില്ലല്ലോ. എവിടെ വെച്ചു? അടുപ്പൊക്കെ എങ്ങാനും കൊണ്ടുപോയിട്ടോന്നാവോ. അതെ, അവളുടെ ഫോൺ ഒളിപ്പിച്ച് വെച്ചതാണ്. പാവം സമീറ. ഒരാളോട് മിണ്ടുവാനും പറയുവാനും വിളിക്കാനും അവൾക്ക് കഴിയണില്ല. ഒന്നില്ലെങ്കിൽ ഐഷുമ്മാൻ്റെ ഫോണൊക്കെങ്കിലും ഒന്ന് വിളിക്കാലോ എന്ന് വിചാരിക്കുകയാണ്. ആ ഇമ്മ, പിന്നെ നാസറിൻ്റെ പെണ്ണുങ്ങളെ നിക്കായച്ച് കൂട്ടിക്കൊണ്ടുവരാ. ഷെറീനാനോട് പറയാം, വേറൊരു കുട്ടിയും ഇവിടെ അറിയണ്ട. ഇനി സെമീറാനോടൊന്ന് പറഞ്ഞോട്ടെ, ഇനി പറഞ്ഞില്ലാന്നും വേണ്ട. അങ്ങനെ അതാ റാഹിൽ തന്നെ സെമീറയോട് പറയുന്നു. പിന്നെ ഇനി നാസറിൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കിടക്കാനും പോകാനും നിൽക്കണ്ട കേട്ടോ, അവിടേക്ക് ഇനി വേറൊരു അവകാശം വരുന്നുണ്ട്. ഒരു നിമിഷം സെമീറ ഞെട്ടിപ്പോയി. എന്താ പറയണത്? ഇനി ഷെറീന താത്ത വന്നിട്ടൊക്കെ പറഞ്ഞുതരും. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷെറീനയും എത്തി. നാസറിൻ്റെ റൂമിൽ കിടക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാസറിന് വേറൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരാണ്. അല്ലാതെ അന്നെക്കൊണ്ട് ഇവിടെ ഒരു ഉപകാരവും ഇല്ലല്ലോ. എന്ന് കരുതിയിട്ട് പോകാനൊന്നും നിൽക്കണ്ട, ഇവിടെ നിന്നോണ്ടി.
ഞാൻ നാസറിൻ്റെ റൂമിക്ക് കിടക്കാൻ പോകണ്ട. അവിടേക്കൊരു പെണ്ണ് വരും. ആ പെണ്ണ് വന്ന് അവിടെ പോയി മുട്ടാനും വിളിച്ചാനും ഓലെ ശല്യപ്പെടുത്താനും നിൽക്കണ്ട. എനിക്ക് കുട്ടികളില്ലാത്തതിൻ്റെ പേരിലാണ് ഓൻ ഇങ്ങനൊരു കെട്ടണത്. പോരാത്തിന് എനിക്ക് തടി നല്ലോണം ഓവറാണ്. ഒരു മനുഷ്യൻ്റെ മുന്നിൽ എന്നെ കൊണ്ടാകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ്. ഷെറീനയുടെ ആ ഒരു വാക്ക് കേട്ടു അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആയിക്കോട്ടെ, എന്തേ കാട്ടിക്കോട്ടെ, കുഴപ്പമില്ല. സമീറ വിതുമ്പിക്കരഞ്ഞു. എത്രയൊക്കെ തന്നെയായാലും, എത്ര ഉപദ്രവിച്ച ഭർത്താവാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒരു തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണുമായി ബന്ധം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഇഷ്ടപ്പെടൂല. എന്നാൽ ഈ സമയം ഷെറീന പറഞ്ഞു, അല്ല റായില, നിങ്ങൾ കാണാൻ പോയത് ആ റസിയാനാണല്ലേ? വേറൊന്നും കിട്ടിയില്ല നിങ്ങൾക്ക്? ഓളെ ഒരു കെട്ടിച്ചിട്ടുള്ള 2 കെട്ടിച്ചിക്കണ്. അതൊന്നും എനിക്കറിയില്ല. ഇക്കാക്കാൻ്റെ ഓട്ടോറിക്ഷ എപ്പോഴും വിളിച്ചു പോണ താത്തയാണെന്നൊക്കെ പറഞ്ഞത്. അതിന് എത്രങ്ങാനും പ്രായണ്ടിൻ്റെയൊക്കെ മൂത്താണ്. പ്രായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ എന്താ, ഇക്കാക്ക പറഞ്ഞു അത് നമുക്ക് പോയി വെക്കുക, അതിനെനിക്ക് നല്ല പരിചയമാണ്, എനിക്ക് ഓളം മതി അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഓനായിട്ട് വല്ല ചുറ്റിക്കളി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ റസിയാൻ അത്ര വലിയൊരു ഇതൊന്നുമില്ല. കുറച്ച് തൊലി വെളുപ്പുണ്ട്, അതന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. നല്ല പ്രായം തോന്നിക്കും. ഓളതിന് എല്ലായിടത്തും കൂടി നടന്നുകൊണ്ടല്ലേ, അടങ്ങിയോള് നിൽക്കൂലല്ലോ. അവിടെയും ഇവിടെ ഇങ്ങനെ എപ്പോഴും ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ വിളിച്ച് കാണാം. അങ്ങനെ കാക്ക പെട്ടേന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ റസിയാനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ കാക്കാനേക്കാളൊക്കെ മൂത്തതായിരിക്കും. എന്തായാലും ആയിക്കോട്ടെ, നമുക്കൊന്നുമില്ല. എന്തായാലും സമീറാനെ ഇവിടുന്ന് വിടരുതിട്ടാ. ആ റസിയാൻ അങ്ങോട്ട് കയറ്റിയിട്ട് വെച്ചുണ്ടാക്കലൊന്നും നടക്കൂല. നമുക്കൊരു തുള്ളി വെള്ളം കിട്ടും തോന്നണില്ല. ഓളിങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കലുള്ള പണി. ഞാൻ കണ്ടക്കണേ എല്ലാ പരിപാടിക്കും ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ട് മുടിക കാട്ടി ദൂരം നെളിച്ചാന്നോ. റസിയല്ലേ പേര്. എന്താണ് ഓളൊരു എന്താ വയസ്സൊക്കെ നല്ലോണ്ട്, പക്ഷെ തോന്നൂല. ഓളെ കാട്ടിക്കൂട്ടലും ഇങ്ങോട്ട് അത്രക്ക് ഇതാണ്. മോഡൽ സാരി ഇട്ടുകൊണ്ടോ ചുരിദാർ ഇട്ടുകൊണ്ടോ പഫ് ചെയ്തുകൊണ്ടും അങ്ങനെ ഭയങ്കര ഇതാണ്. അതിനാണിപ്പോൾ ഓൻ കണ്ടക്കണല്ലേ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓനക്ക് അതിനനുസരിച്ച് തടിയില്ലാതെ മെല്ലിച്ചിട്ടൊരു പെണ്ണാണ്, നീണ്ടിട്ട് നല്ലോ നീളമുണ്ട്, കൊക്കിൻ്റെ മാതിരിയാണ്. എൻ്റെ പൊന്നാര താത്ത, ഞങ്ങൾ അങ്ങനൊന്നും പറയണ്ട. ഇവളെന്നെ തടി ഏറിയിട്ട് ഇപ്പോൾ ഓളെ ഒഴിവാക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ തന്നെയായാലും സമീറ എന്തൊക്കെയോ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അതെ, തൻ്റെ മുമ്പിലേക്ക് മറ്റൊരു പെണ്ണ് കടന്നു വരുന്നുണ്ട് ഈ വീട്ടിലെ മരുമകളായിട്ട്. അതെ, നാസർക്കയുടെ 2ാം ഭാര്യയായിട്ട്. സമീറക്ക് അതൊട്ടും സഹിച്ചില്ല എന്ന് മാത്രമല്ല, അവൾക്ക് അവിടെ നിൽക്കേണ്ടെന്നായിരുന്നു. പഠിച്ചവൻ ഇതൊന്നും കാണാനുള്ള വിധി വരുത്തല്ലേ അല്ലോ. അവൾ കരഞ്ഞു. റായില, ഇജുമ്മാൻ്റെ ഇവിടെ പായിട്ട് കിടക്കുന്നു. ഞാൻ ഉമ്മാൻ്റെ ഈ കട്ടിന് താഴെ അല്ല. ഇനിയിപ്പോൾ റായില് പോലും ഇവിടെ കിടന്നോട്ടെ. പിന്നെ റൂമും ഇല്ലല്ലോ. പിന്നെ അനക്കുള്ള റൂം അവിടെ ചായപ്പ് നന്നാക്കിയില്ലേ, അവിടുത്തെ വാതിലൊരു കുളത്തും കുറ്റിയും വെച്ചാൽ എനിക്ക് അവിടെ കിടക്കാം. ഇത്താത്ത, നിങ്ങൾ എന്താ പറയണത്? ആടി, പിന്നെന്താ, നല്ലൊരു റൂമാണത്. ഓടിട്ട റൂമാണ് വെച്ചിട്ടിപ്പോൾ എന്താ, ഇതൊക്കെ ഓടന്നല്ലേ. ഓടായാലും വാർപ്പായാലും ഒന്നും കുഴപ്പമില്ല. നല്ല ധൈര്യം ഉണ്ടെങ്കിൽ എവിടെയും കിടക്കുക. ഇത്താത്ത, എനിക്ക് പേടിയാണ് അവിടെ കിടക്കാൻ. അത് പറഞ്ഞിട്ട് വരല്ല, കാരണം ശീലാകേണ്ടതാണ്. എൻ്റെ നാത്തൂനിപ്പോൾ പുതിയ എൻ്റെ ചക്കൊളത്തിപ്പോണ്ട് വരും. ഓൾക്ക് സംഭവം അറിയില്ല, വേറെ പെണ്ണുങ്ങളോളം ഒഴിവാക്കിയിരിക്കണ നിൽക്കണം. ഇജ്ജ് ഇവിടെ ഏതായാലും ഇവിടെ നിൽക്കണം കേട്ടോ. ഇജ്ജ് ഇവിടുന്ന് പോരുത്. ഉമ്മാൻ്റെ കാര്യത്തിലൊന്നും ആരും കിട്ടൂല. ഇനിയിപ്പോൾ റസിയല്ല, അതിൻ്റെ അപ്പുറം ആരും വന്നാലും കിട്ടൂല. ഇജ്ജ് തൽക്കാലം ആ ചായപ്പ് കണ്ട് പോയിക്കോ. എന്നാ ഒരു പായം തൽക്കണയും അവളുടെ നേരെ ഇറങ്ങിയിട്ട് അതാ ഷെറീന പറയുന്നു. ഇത്താത്ത, എനിക്ക് പേടിയാണ്. അവിടെ ഒരു കട്ടിലുണ്ടല്ലോ, ഒന്ന് ആട്ടുണ്ടെന്നല്ലുള്ളൂ. ആ കട്ടിൽ മെജ്ജ് കിടന്നിട്ട് ഒരു പൊളിഞ്ഞാടലും ഉണ്ടാവില്ല. അത് നല്ല ഉറപ്പുള്ള പണ്ടത്തെ കട്ടിലാണ്. ചെറിയൊരു ആട്ടും എനക്കും ഉണ്ടാവും. അതൊന്നും വിഷയക്കണൊക്കെ ചെതൽ തിന്നിട്ടേ കാലൊക്കെ ഒന്നാണ്ട് പോയതാണ്. ഇത്താത്ത, അത് അതിന് മാത്രമുള്ള ഉറപ്പൊന്നും ഉണ്ടാവില്ല. ഇജെന്താടി നല്ല തണ്ടും തടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ അതിൻ്റെ മേലെ കയറി കെടുക്കൂല എന്ന് പറയണത്? വന്നോക്ക്. ഇജ് ഇത്രയൊക്കെ ഇവിടെ വൃത്തിയാക്കിക്കണോ? നല്ലൊരു റൂമില്ലേ ഇത്താത്ത. നിങ്ങളിവിടെ എൻ്റെ കൂടെ കെടുക്കുവോ? ഇന്ന് എനിക്ക് ധൈര്യമാണ്. ഞാൻ ഇപ്പം ഈ ചായപ്പിലൂടെ കെടുക്കല്ലേ, എന്താന്നില്ലേ. ഞാൻ ഇവിടുത്തെ മോളാണ്, അല്ലാതെ മരുവോളല്ല. ഇത്താത്ത, എനിക്ക് പേടിയാണ്. അവിടെ കിടന്നോന്ന് പറഞ്ഞില്ലേ. എന്നാൽ അപ്പോഴേക്കും ഉമ്മയുടെ താഴെ ഇപ്രാവശ്യം റാഹില അവിടെ പായിട്ട് കിടന്നു.
അവൾ പേടിച്ചു. ഇത്താത്ത, ഞാൻ അടുക്കളയിലെങ്കിലും കിടന്നോളാം, എനിക്ക് പേടിയാണ് അവിടെ. എന്തിനു പേടി? ഒറ്റക്ക് നട്ടപ്പാതിലൊക്കെ ഇറങ്ങിപ്പോവാൻ എനിക്ക് പേടില്ലല്ലോ. അവിടെ കിടക്കാനാ പേടി? ഇത്താത്ത വേണ്ട. അവൾ അടുക്കള വാതിൽ ശക്തമായി അടച്ചു. അതാ അവൾ ആ റൂമിൽ ഒറ്റക്ക്, ആ ഇളകുന്ന കട്ടിലിൽ. അവളാകെ ആ ഭാഗത്തേക്ക് ശരിക്കൊരു ലൈറ്റ് പോലുമില്ല. അകത്തു നിന്ന് കിട്ടുന്ന ആ ഒരു വെളിച്ചം മാത്രം. അവൾക്ക് പേടിയായി. എങ്കിലും അവൾ വിചാരിച്ചു, റബ്ബേ, അല്ലാ, നീ എനിക്കുണ്ടല്ലോ പഠിച്ചോനെ. എന്നാൽ ഈ സമയം ഉമ്മ വിളിക്കുന്നു. സമീറ, സമീറ. എന്താ ഉമ്മങ്ങളീ വിളിച്ചാർക്കണത്? ഇജ്ജ അവിടെ ഇപ്പോൾ ആയിട്ട് കിടക്കണേ? ഞാൻ ഒന്ന് സമീറ കുറച്ച് ചൂടുവെള്ളം കൊടുന്നേരാനേ, തൊണ്ട വല്ലാതെ വരള്, കുറച്ച് ചൂടുവെള്ളം കൊടുന്നേരാം. അതിൻ്റെ റബ്ബേ, ഒന്ന് മതി, സമാധാനത്തിൽ കിടക്കണം. കുട്ടിക്ക് നാളെ സ്കൂളൊക്കെ പോകാനുള്ളതാണേ. നിങ്ങളെന്താ ഇങ്ങനെ കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കണം? സമീറ, സമീറ. വീണ്ടും ഉമ്മയുടെ വിളി. അതിൻ്റെ റബ്ബേ, ഒരു സമാധാനം തരൂരല്ലോ. എവിടെയടി സമീറ? ഓളുണ്ട് വിളിച്ച്. ഓളവിടെ കിടക്കുന്നുണ്ട്. ഓളെവിടെ? നാസറിൻ്റെ മുറിക്ക് പോയിക്കണോ? ഓളോട് നിന്ന് നാസറിൻ്റെ മുറി പോയി കിടക്കാൻ പറയണ്ടി ട്ടാ. തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും, അതൊക്കെയാണ് മാറിക്കോളും. എന്നാൽ ഒരിക്കൽ പോലും അവൾ പുറത്തെ ചായ്പിലെ ആ റൂമിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഉമ്മ അറിയുന്നില്ല. സമീറ, എടീ, ഉമ്മാൻ്റെ തൊണ്ട വല്ല അതങ്ങോട്ട് വരളണ്, തുള്ളി ചുടുവെള്ളം കാട്ടി കാണി. അതിൻ്റെ റബ്ബേ. എന്നാൽ ദേഷ്യം പിടിച്ച് റായില ശക്തമായി അടുക്കള വാതിൽ തുറന്ന്, ഡീ ഡീ സമീറ, നീച്ചടന്നേ, നീച്ച. ഇത്താത്ത, ഇത്താത്തല്ല, ഇത് റായിലാണ്. ഡീ. അവൾ പേടിച്ച് ഒരു കഷ്ണം പുതപ്പ് കാലിലിട്ട് അവളവിടെ പഴയ ഒരു തുണി കൊണ്ടാണ് അവൾ പുതച്ചിരുന്നത്. ഇത്താത്ത, അമ്മ വിളിക്കണേ, ഇമ്മ എന്തോ ചുടുവെള്ളം ഉണ്ടാക്കണം എന്തോ പറഞ്ഞിട്ട്. പിന്നെ ചായപ്പിൽ കിടക്കണ കാര്യം ഉമ്മാനോടും ഉണ്ടാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? ഉമ്മാനോട് പറഞ്ഞാലേ ഉമ്മ പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാ, ഉമ്മാക്ക് എന്ത് പറ്റിയത്? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അവൾ വേഗം അതാ അടുപ്പത്തേക്ക് ചെല്ലുന്നു. അതെ, ഗ്യാസ് എത്തിക്കാൻ നോക്കണ്ട കേട്ടോ, ഓലക്കൊടിയും വിറകും അതാ ആണ് കത്തിച്ചൂട്. ഉമ്മാൻ്റെ ഒരു ചുടുവെള്ളപ്പൂതി. അപ്പോൾ തന്നെ അവൾ അതാ വേഗം കുറച്ച് വെള്ളമെടുത്ത് ഓലക്കൊടി കത്തിച്ച് തിളപ്പിച്ചുണ്ടാക്കുന്നു. പഠിച്ചോനെ. വേഗം അവൾ, ഉമ്മ, ഇതുമ്മ വെള്ളം. മോളെ, അന്നെ കുറേ വിളിച്ചു. ഉമ്മ, മോളെവിടെയായിരുന്നു? ഞാൻ അമ്മയുടെ അപ്പുറത്തുണ്ടായിരുന്നു. കിടക്കാനായിട്ടില്ല എനിക്ക് ഇപ്പോഴും. ചെന്തെന്ന് ഇവിടെ കിടക്കാഞ്ഞത്? എൻ്റെ കട്ടിൻ്റെ ചോട്ട് ഇവിടെ കിടന്ന മോളെ. എനിക്ക് തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ഈ ജന്നെ ഉണ്ടാവുള്ളൂ. അമ്മായിമ്മ മരുമകളോട് പറഞ്ഞപ്പോൾ ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, ഇത് കുടിക്കുമ്മ, ഇതാ എന്നെ വിളിച്ചോണ്ടിട്ടോ. പുറത്തുകൂടെ അവർ ആ ഉമ്മയെ തലോടിക്കൊണ്ട് അവൾ ആശ്വസിപ്പിച്ചു. ഉമ്മ ഇന്ന് രാത്രിക്കത്ത് അതൊക്കെ കുടിച്ചേക്കണടി, ഇനി ഇവിടെ ഒന്ന് കിടന്നാളി. റാഹില പെട്ടെന്ന്, അല്ലമ്മ, ഓളിവിടെ കിടന്ന് ഞാൻ അവിടെ കിടക്കും, ഞാനും കുട്ടി ഇവിടെ കിടക്കുക, നിങ്ങളൊന്ന് പറഞ്ഞാണേ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തീരെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവൂലേ? ഈ കുട്ടീനെയും കൊണ്ട് ഞാൻ എന്ത് കാട്ടുക? ഓരോരുത്തരും ഓരോ റൂമിലാണ് കയറി കൂടിയേക്കണേ. ആകെ 2 റൂമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവിടെ മറ്റോള് വരും. മറ്റോള് വന്നപ്പോൾ അവിടെ ഒന്നും ഞങ്ങൾക്ക് കിടക്കാൻ വൈക്ക് കിടക്കുക ഞങ്ങൾ എന്താന്നില്ലേ? പൊന്നു മോളെ, ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. 2 റൂമാണെങ്കിലും ഇവിടെ ഇതാ ഇടനായികുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒന്ന് പായിട്ട് കിടന്നാൽ പോരെ. ആ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാടകയ്ക്ക് പോയ നാസർക്കാൻ നിങ്ങളെന്നല്ലേ വിളിച്ചെത്തിയത്? ഇപ്പോൾ കണ്ടില്ല, ആ റൂം ഞാൻ കിടന്ന റൂമേനു. ഇപ്പോൾ എനിക്ക് റൂമില്ലാതായി. ഇപ്പം ഈ ഇവളും കൂടി ഇവിടെ ഉണ്ടായിട്ട് ആകപ്പാടൊരു സ്ഥലം ഇല്ലാത്തേ പോലെ. ഇവിടെ തടിയോണ്ടും കേട്ട് എന്തൊക്കെയാണ് ഇജി പറയണത് ഉമ്മ? അപ്പോഴേക്കും അവൾ അതാ ഒരു കുടുക്കയിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചു ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു. ഉമ്മ, ഈ ഫ്ലാസ്കിൻ്റെ അതിടെ എൻ്റെക്ക് തന്നെ നാളെ വീണ് പൊട്ടിയതല്ലേ? അല്ല താത്ത, അത് ഇതേ മൂടി കുറച്ചൊരു ടൈറ്റ് കുറവുണ്ട്, എന്നാലും ഇതിൽ ഒഴിച്ചു വെക്കുന്നുണ്ട്. ഉമ്മ വെള്ളം ചോദിക്കുമ്പോൾ എടുത്ത് അവിടെ കൊണ്ടുവച്ചാളാ, മണൻ്റെ എടുത്ത് കുടിച്ചൂടെ? അപ്പം അതിങ്ങനെ പാർന്നെടുക്കാൻ. ഇത്താത്ത, ഞാൻ വിളിച്ചാൽ കേട്ടില്ലെങ്കിലോ? ഉമ്മക്ക് എടുത്ത് കൊടുക്കാൻ കേട്ടോ. സ്നേഹത്തോടെ ആ മരുമകളുടെ വാക്ക്. എടുത്ത് കൊടുക്കുക, അവിടെ കൊണ്ടുവച്ചാളാ, എടുത്തോളം കുടിച്ചോണ്ടി. തളിച്ച വെള്ളം ഞങ്ങളെ മേത്ത് കയറ്റാൻ അറിയോ? ഇല്ല താത്ത, ഞാൻ കുറച്ച് തിളപ്പിച്ച് ആറ്റിൻ്റെ ശേഷമാണ് ഫ്ലാസ്കിൽ ഒഴിച്ചത്. കാരണം ഉമ്മാൻ്റെ
കുടിക്കാൻ പാകത്തിനാക്കിക്കണ്. മറ്റത് ഉമ്മാക്ക് അത്ര ചൂട് കഴിയൂലല്ലോ. അതുകൊണ്ട് ഉമ്മ ഇതിട്ടോ, ഇവിടെ ഗ്ലാസ് ഉണ്ട്, ഫ്ലാസ്കിൽ വെള്ളം വെച്ചിക്കണ്, ഉമ്മ ഇടയ്ക്ക് എടുത്ത് കുടിച്ചോണ്ടിട്ടോ. മോളെ ഇജ്ജ് എവിടുക്കാ പോണത്? ഞാനുമ്മ ഇവിടെ ഇങ്ങോട്ട്. അപ്പോഴേക്കും റാഹില അവളുടെ ചുണ്ടത്ത് വിരൽ വെച്ച് മിണ്ടരുത്, ചായപ്പിലാന്ന് കിടക്കുന്ന നീ മിണ്ടരുത്. പറഞ്ഞ ഉമ്മ ചീത്ത പറയും, ഇവിടെ കിടക്കുന്നുണ്ട് പറയും. ഉമ്മ ഞാൻ ഇവിടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി കിടന്നാൾ, ഈ കട്ടുകളാണെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ സ്ഥലവും ഇല്ല. ആ തടിച്ചിനാ കട്ടുമ്പോൾ കെടുത്തിയാലേ അത് പൊളിഞ്ഞാടാനോ? അല്ലെങ്കിൽ ഇവിടെ കട്ടിലില്ല. റാഹിലയുടെ കളിയാക്കിക്കൊണ്ടുള്ള ആ ഒരു വാക്കുകളിൽ അവൾ ഒരു നിമിഷം സങ്കടപ്പെട്ടു. എന്തിന് എപ്പോഴും തന്നെയല്ലേ. സത്യം പറഞ്ഞാൽ ഉമ്മാനെ ആലോചിച്ചിട്ട് നിൽക്കുമ്പോൾ പോകാനും തോന്നില്ല. പക്ഷെ എൻ്റെ ഫോണ് പോലും ഇല്ലാത്തത് അവൾക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ടായി. എന്താ നോക്കിക്കണേ, പോകാനായില്ലേ, എന്നിട്ട് വേണം വാതിലെടുക്കാൻ. റാഹിലയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവൾ നിസ്സഹയായി. പതുക്കെ ബിസ്മില്ലാ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്. അവൾ വീടിന് പുറത്തുള്ള ആ ഒരു റൂമിലേക്ക് കടന്നു. പതുക്കെ വാതിൽ ചാരി, അത് കുറ്റി പോലും ഇല്ലായിരുന്നു. അവൾ അവിടെ കണ്ട ആ ഒരു ഒഴിഞ്ഞ ഗ്യാസ് കുറ്റി അതിലേക്ക് ചാരി വെച്ചു. റബ്ബേ അല്ലാ, ഖബറിൽ പോയി കിടക്കാനുള്ളതാണല്ലോ, അതാലോചിച്ചാൽ മതി. ഖബറിൽ പോയി കിടക്കുമ്പോൾ ആരും ഉണ്ടാവില്ല, ഇത്രയും സ്ഥലം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമെങ്കിലും ഉണ്ടല്ലോ. ഖബറിൽ പോയി കിടക്കുമ്പോൾ അല്ലാ, എത്ര കുറഞ്ഞ സ്ഥലമേ ഉണ്ടാവുള്ളൂ. അല്ലാ, അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബേ എന്നെ പരീക്ഷിക്കല്ലല്ലോ, എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ. റഹ്മാനെ, ഞാൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച എൻ്റെ ഫോണ് പോലും എനിക്ക് തരുന്നില്ലല്ലോ. ഇവിടെ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അതായിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷെ ഉമ്മാക്ക് എന്തേ പറ്റിക്കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇവരാരും കൊടുക്കൂല. സ്വന്തം മക്കളാണ്, എന്നിട്ട് പോലും കൊടുക്കൂല. അല്ലാ, ഉപകാരമില്ലാത്ത 3 മക്കളെ ഈ ഉമ്മ എന്തിനു പറ്റൂ എന്ന് വരെ ചിന്തിച്ച് പോവുകയാണ് അവൾ. എനിക്കാണെങ്കിൽ എൻ്റെ ഉമ്മാനും ഉപ്പാനും നോക്കാനുള്ള ഭാഗ്യം ഉണ്ടായി, അവരൊക്കെ പെട്ടെന്ന് പോയി. സമീറ ആ ഒരു ചെതില പിടിച്ച കട്ടിലിൽ പായ നിവർത്തി അവൾ ദിക്റുകൾ ചൊല്ലി അതിൽ കിടന്നു. പെട്ടെന്ന് അവളുടെ മേലേക്ക് എന്തോ ഒന്ന് ചാടുന്നു. അല്ലാ, എന്ത്? അത് മറ്റൊന്നും ആയിരുന്നില്ല, ഒരു എലിയായിരുന്നു അവളുടെ മുഖത്തേക്ക് ചാടിയത്. പഠിച്ചോനെ, പേടിച്ചവൾ കരഞ്ഞു പോയി. പക്ഷേ ആര് കേൾക്കാൻ? മൊബൈൽ പോലില്ല ഒന്ന് വെളിച്ചടിക്കാൻ. അതപ്പോൾ തന്നെ ആ ജന്തു എന്തോ ഒരു ശബ്ദമുണ്ടാക്കി പോവുകയും ചെയ്തു. റബ്ബേ, ഇവിടെ കഴിയില്ലല്ലോ, എനിക്ക് പേടിയാണ്, എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവളുടെ ചിന്ത അത് മാത്രമായിരുന്നു. അറിയാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതാ പള്ളിയിൽ നിന്ന് സുബഹ് ബാങ്കിൻ്റെ ഒലിയാണ് കേൾക്കുന്നത്. അല്ലാ, എൻ്റെ തഹജ്ജുദ് നിസ്കാരം അതെല്ലാം ഇന്നലെ രാത്രി ഇറങ്ങിയപ്പോൾ ഒരുപാട് നേരമായി. അവൾ പെട്ടെന്ന് തന്നെ ഉളൂഹെടുത്ത് പുറത്ത് പോയി ഉളൂഹെടുത്ത് വന്നു. വാതിൽ നിസ്കാരക്കുപ്പായമെല്ലാം അകത്താണ്. ഇത്താത്ത, ഉമ്മ, റാഹില, വാതിൽ തുറക്കുമോ, എനിക്ക് നിസ്കരിക്കണം. ഇത്താത്ത, റാഹില, വാതിൽ തുറക്കുമോ, എനിക്ക് നിസ്കരിക്കണം. ഇത്താത്ത, ഇത്താത്ത, ഉമ്മ. എൻ്റെ റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? വീടിൻ്റെ ചുറ്റുഭാഗത്തും അവൾ നടന്നു മുട്ടി വിളിച്ചു. അതേ റബ്ബേ, സുബഹി ബാങ്ക് കൊടുത്തിട്ട് കുറച്ചു നേരമായി, എൻ്റെ നിസ്കാരം ഇപ്പം കള്ളാവും. റാഹില, ഒന്ന് തുറക്കുമോ വാതില്? അവൾ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഇല്ല, അവരാരും വാതിൽ തുറന്നില്ല. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? റബ്ബേ, ഔറത്ത് മറിയല്ലോ. ഞാൻ ഒരു വീട്ടിൽ നിന്ന് നൈറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ മാക്സിറ്റ് നിസ്കരിച്ചാൽ റബ്ബേ എൻ്റെ കയ്യും. എന്താ ഞാൻ ചെയ്യുക എനിക്കറിയില്ല. എന്തൊക്കെ തന്നെയല്ല അവൾ ഉളൂഹ് ചെയ്ത് വന്നു. അവൾ ഇട്ട ഷാള് തന്നെ അതാ കുത്തി എങ്ങനെയൊക്കെയോ അവിടെ നിസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതെ, കാലുകളൊന്നും അറിയില്ല. റബ്ബേ, എൻ്റെ നിസ്കാരം ശരിയാവില്ലല്ലോ. എന്തില്ലെങ്കിൽ എനിക്ക് നിസ്കരിക്കാവും. ഒരിത് കിട്ടിയിരുന്നെങ്കിൽ. അവൾ കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. റബ്ബേ, എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല. ഒരു പർദ്ദയെങ്കിലും, ഞാൻ ഇട്ട് വന്ന പർദ്ദ പോലെ ഉള്ളിലായിപ്പോയി. അല്ലെങ്കിൽ ആ പർദ്ദയെങ്കിലും
ഒന്ന് വാങ്ങിയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. ഇത്താത്ത, റായില, ഉമ്മ, ആരാണ് വിളിച്ചത്? സമീറ, സമീറ. വീണ്ടും ഉമ്മയുടെ ആ ഒരു വിളി. എൻ്റെ റബ്ബേ, നിങ്ങളൊന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? എന്താടി നേരം വെളിച്ചം വെച്ചല്ലോ, ഇപ്പോഴും കിടന്നുറങ്ങാ? സമീറ, വല്ലാത്തൊരു സമീറായിപ്പോയി. ആരാടിയാ പുറത്തുനിന്ന് വിളിച്ചിട്ട്? കുറേ നേരമായി ഞാൻ ഉറക്കത്ത് കാണാച്ചിട്ട് നിൽക്കണേ. ഒന്നാണ് പോയൊക്കെ. ഈ പണ്ടാറൻ രാവിലെ തന്നെ വിളിക്കൽ തുടങ്ങിയ, നേരം വെളിച്ചം വെച്ചിട്ടില്ല അപ്പോൾ തന്നെ. എന്താണ്? വാതിൽ തുറന്നുകൊണ്ട്. അതെ, എൻ്റെ നിസ്കാരം ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് എവിടെ നിസ്കാരം ഇപ്പോൾ എൻ്റെ പർദ്ദകളൊന്ന് കിട്ടിയാൽ മതി. ഹാങ്കർ അവൾ തൂക്കിയിട്ടിരുന്ന ആ പർദ്ദ എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നാ പോയി നിസ്കരിച്ചോ. മനുഷ്യനൊന്ന് മാറ്റി മനസ്സമാധാനത്തിൽ നിന്ന് കിടന്നിറങ്ങാനും സമ്മതിക്കില്ല. ഒരു ഭാഗത്ത് ഇജ്ജൊരു ഭാഗത്ത് ഇടങ്ങാറാക്കാൻ വേണ്ടി വേറെ എവിടേക്കും പോകണോ? ഒരു സമാധാനത്തിൽ ഒരു ഉറക്കവും കിട്ടൂല ഇവിടെ. റായില, നിസ്കരിക്കാനുള്ള സമയമായല്ലോ. ഞാൻ നിസ്കാരം തെറ്റെന്ന് വിചാരിച്ചു. നിസ്കാരക്കാരി കുറേ നിസ്കരിച്ചാൽ മതി. ഒരു കണ്ണ് കണ്ടോലപ്പം അവിടെയും ഇവിടെയും പോയി ജീവിക്കുക. മാപ്പിളിനോട് നല്ല രീതിയിൽ നിൽക്കൂല. കുറേ നിസ്കരിച്ചാൽ എല്ലാം കിട്ടുമോ? പർദ്ദ മുഖത്തേക്ക് എറിഞ്ഞപ്പോൾ അവൾ അത് പിടിച്ച് ഒന്നും ചിന്തിക്കാതെ വേഗം അവൾ അതാ നിസ്കരിക്കുന്നു. റബ്ബേ അല്ലാ. കണ്ണീരോടെ അള്ളാഹുവിലേക്ക് സുജൂദ് ചെയ്യുമ്പോൾ ആ നിലത്തുള്ള എന്തൊക്കെയോ നെറ്റിയിൽ തറക്കുന്ന പോലെ അവൾക്ക് തോന്നി. എങ്കിലും പടച്ച റബ്ബിനോട് അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. റബ്ബേ. പെട്ടെന്ന് അതാ, അല്ല സമീറ, നിസ്കരിച്ചവിടെ കുത്തിർന്നാൽ മതി. ഇവിടെ ചായം കിടന്നുണ്ടാക്കണ്ട. എൻ്റെ മോള് വിളിക്കണ്ടേ. ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണം വേഗം, മദ്രസക്കൊക്കെ പോകുമ്പോത്തിന്. ഉണ്ടാക്കി കൂട്ടാ. അവിടെ എങ്ങനെ ഇരുന്നാൽ എന്തേ ആവുമോ? ഇവിടെ അന്നെ ഞാൻ വെറുതെ ഇവിടെ നിർത്തിയത്. ഇവിടൊക്കെ ഒരാൾ വേണം. ഇവിടെ വെച്ച് വിളമ്പാനും ഉമ്മാനും നോക്കാനും ഒരാൾ വേണം. അതിനും വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ എൻ്റെ മാപ്പിളൻ്റെ ഒപ്പം നിൽക്കാനൊന്നല്ല എന്നോട് വിളിച്ചെത്തിയത്. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ പിന്നെ അടുക്കളയിൽ കണ്ട് കയറിക്കോ. നിസ്കാരം ഓത്തു അതൊക്കെ പിന്നെയാണ് വെച്ചുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. അവൾ പർദ്ദ ഊരിയിട്ട് നേരെ അതാ മുസ്ഹഫ് എടുക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ, മുസ്ഹഫ് എടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ റാഹില വീണ്ടും കൽപ്പിക്കുന്നു. എന്നോട് അടുക്കളയിൽ കയറാനാ പറഞ്ഞത്. ഇമ്മപ്പം തുടങ്ങും വിളി. വേൻ ചായം കഴി ഉണ്ടാക്കിക്കോ. അവൾക്ക് മുസ്ഹഫ് ഒരു ദിവസം പോലും ഓതാത്ത ആ ഒരു ദിവസം ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും റാഹിലയെ പേടിച്ച് അവൾ ഒരു പേജ് എങ്ങനെയൊക്കെയോ ഓതി തീർത്തു. ഒരു നിസ്കാരക്കാരത്തി, ഓത്തുകയർത്തി. അതുകൊണ്ട് തന്നെ പഠിച്ചോ എനിക്ക് വേഗം കുട്ടികളൊക്കെ തന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട്. തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് മക്കളെ തരാത്തത്. അല്ലാതെ എൻ്റെ ആങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. വെറുതെ എൻ്റെ ആങ്ങളെ പെണ്ണിട്ടുന്നത്. സമീറ എല്ലാം കേട്ട് കണ്ണീരൊഴുക്കി ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞ് അവൾ നേരെ ഉമ്മയുടെ അരികിലേക്കാണ്. ഉമ്മ, വേഗം പോയി ചായ ഉണ്ടാക്കി. ഉമ്മ, ഇതത് കുടിച്ചോളി, തൊണ്ടൊക്കെ ഒന്ന് നനയാൻ നല്ലതാണ്. കട്ടൻ ചായ ഉണ്ടാക്കി ഉമ്മയുടെ അരികിൽ കൊണ്ടുപോയി കൊടുത്തു. ഉമ്മയെ പതുക്കെ അവിടെ എഴുന്നേൽപ്പിച്ച് ചാരി ഇരുത്തി. മോളെ, ഉമ്മ പല്ല് തേക്കാനുള്ള ബ്രഷും വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം. ഒരു പാത്രവും അതിൽ ചുടുവെള്ളവും എടുത്ത് കൊണ്ടുവന്നു. ഉമ്മയുടെ പല്ല് തേപ്പിച്ചു. ഉമ്മ, നിങ്ങൾക്ക് മൂത്രം വയ്ക്കാണ്ടേ വരി, ഞാൻ പിടിച്ചു കൊണ്ടോ. മോളെ, എനിക്ക് തീരെ വയ്യടി, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും. ഞാൻ ഉമ്മ, അതൊന്നുമില്ല, ഗുളിക കുടിച്ച് കഴിയുമ്പോൾ ഒന്നാമത് പനിൻ്റെ ക്ഷീണം കൂടിയാണ് നിങ്ങൾക്ക്, അല്ലാ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും അവൾ ഉമ്മാക്ക് ചായയും കൊടുത്തു. വേഗം അതാ പൊടി വാട്ടിക്കുഴച്ച് പത്തിരി ഉണ്ടാക്കി അതും ഉമ്മാക്ക് കൊടുത്തു. കറി വെക്കാൻ നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഉള്ളി, ഒരു തക്കാളി ഉണ്ട്, അതുകൊണ്ട് ഒരു കറിയും ഉണ്ടാക്കി. ഉമ്മ, വരി, ഗുളി കുടിക്കാനുള്ളതല്ലേ, ഇത് നിങ്ങൾ കുടിക്ക്. മോളെ, ഒന്ന് മതി. ഉമ്മ, അത് പറ്റുള്ളത് നൈസ് പത്തിരിയാണ്, തീരെ കനമില്ലാത്ത പത്തിരിയാണ്, ഇത് തിന്നോളി. ഇതാ അവൾ ഉമ്മാക്ക് അത് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. റായിൽ അതെല്ലാം കണ്ടു വിചാരിച്ചു. അപ്പോൾ തന്നെ ഷെറീനൊക്കെ വിളിച്ചു. താത്താ, ഈ പൊമ്പറന്നോൾ ഇവിടെ നിന്നോട്ടെ. എങ്ങനെ വെച്ചാൽ ഉമ്മാനെ നല്ലോ നോക്കുന്നുണ്ട്. രാവിലെ പത്തിരിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ളത് എല്ലാം ഉണ്ടാക്കും, വെച്ചുണ്ടാക്കുകയും ചെയ്യും, ഉമ്മാനെ നോക്കുകയും ചെയ്യും, പെരയും നോക്കും. പോരെ. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളും മക്കളും ഇല്ലാത്തതുകൊണ്ട് അതും നമുക്ക് സുഖമായി. പ്രത്യേകിച്ച് കൂലിയും കൊടുക്കണ്ട, എന്തെങ്കിലും ഉള്ളത് കൊണ്ട് തിന്നോളും.
അതന്നെ ഞാൻ പറഞ്ഞത്, ഒരിക്കലും വിടരുതിട്ടാ. പുത്തൻവീട് തറവാട്ടിക്ക് വിടുകയെ ചെയ്യരുത്. അവളവിടെ പിടിച്ചു നിർത്തണം. എന്തായാലും വേണ്ടിയില്ല. ആ താത്ത, പിന്നെ നാളെ കൂട്ടിക്കൊണ്ടുവരാണ് നിക്കായിച്ചു കണ്ട് ആങ്ങള. ആരെ? റസിയാനെ? ആ, ഓനക്ക് വേണ്ട ഒരു പെണ്ണ്. പിന്നെ അതുമല്ല, ഇനി കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ. 5 കൊല്ലാണ് ഇവളായിട്ട് വെറുതെ നടന്നത്. ഏതായാലും ഈ പെണ്ണിനെ ഇവിടെ ഡൈവേഴ്സ് ചെയ്യാൻ പറയണം ആദ്യം. ഓനോട് പറയണം വേഗം. ഓള് അറിയണ്ട, ഡൈവേഴ്സ് ചെയ്ത് അറിയന്നെ വേണ്ട. അപ്പം പിന്നെ ഒപ്പിടേണ്ടി വരൂല്ലേ? അതൊന്നും എനിക്കറിയില്ല. പള്ളിക്ക് പോയിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് കമ്മിറ്റിയിലൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒഴിവാക്കേണ്ടി വരും. അല്ല എന്താ, ഇതിപ്പോൾ ആവശ്യമില്ലാതിനെങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഏതായാലും നാസറിൻ്റെ ഇപ്പോഴത്തെ പെണ്ണ് നല്ലൊരു നീളംകോലി പെണ്ണാണ്. കുറച്ച് തൊലിവെളുപ്പുണ്ട്, അത് ശരി തന്നെയാണ്. നല്ലോ നീളമുണ്ട്. ഓന് നീളം കുറഞ്ഞൊന്നും തടിച്ചൊന്നും പറ്റൂലല്ലോ. ഏതായാലും റസിയ പക്ഷേ ഇവിടെ പിടിച്ചാൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ കുറച്ച് ബേജാറാണ്. ഓൾ എല്ലാ പരിപാടിക്കും, ഓണപ്പരിപാടിക്കാണെങ്കിൽ അങ്ങനെ, മറ്റേ പരിപാടിക്കാണെങ്കിൽ അങ്ങനെ സാരും ചുറ്റിങ്ങനെ പോണ് കാണാം. എന്താ നെളിച്ചിത്തരം. എങ്ങനെ ഇപ്പം നാസറിനെ ഓൾക്ക് പറ്റിയതാവോ? എങ്ങനെയാവും ഓളെ കെണി വീണത്? എനിക്കറിയില്ലേ. ഓളിഞ്ഞ് വേറെ ആൾക്കാരെ കയറ്റി എന്തൊക്കെയുണ്ട് ആർക്കറിയാം. എനിക്കോളെ വലിയതൊന്നുമില്ല. ഏതായാലും നാസറിന് പറ്റിയതല്ലേ, കെട്ടി തീർത്ത് പെരി നിൽക്കുമല്ലേ. ആയിക്കോട്ടെ, ഒരു ജീവിതം ആയിക്കോട്ടെ. കുട്ടികളും മക്കളുണ്ടായ നല്ല തന്നെയല്ലേ. എന്നാൽ ഈ സമയം ഷമ്മാസ് അതാ റഷീദിനെ കാണുകയാണ്. അതെ റഷീദ്ക്ക, നമ്മൾ വീട്ടിലേക്ക് ജോലിക്കൊരു പെണ്ണ് വന്നിരുന്നു. സമീറ, നിങ്ങളെ ആ ആ ആ മനസ്സിലായി. തിരിച്ചു പോയല്ലേ? എങ്ങനെ നിർത്തണ്? ഓളെ നാത്തൂന്മാർ തീക്കട്ടാണ്, രണ്ടും തീക്കട്ട. ആ ഷെറീനി അങ്ങനെ തന്നെ, റാഹിലി അങ്ങനെ തന്നെ, രണ്ടും തീക്കട്ടാണ്. ഞങ്ങളൊക്കെ പെട്ടുപോയതാ. തിരിച്ച് കൊണ്ടുവന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരാളെയും ഒരു ശരിക്കും ജീവിക്കാൻ സമ്മതിക്കൂല. മനുഷ്യനെ ഇടങ്ങാറാക്കണൊരു സൈസ്. അവർ രണ്ടും കൂടെ എന്തൊക്കെ പറയും. എനിക്ക് ഓളോട് ഒരു ഏർപ്പാടില്ല. ഞാനും ഓളും അവിഹിത ബന്ധം വരെ പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരാണ്. അതെ, ഞാൻ ഈ ഒരു കാര്യത്തിനും വേണ്ടി വിളിച്ചപ്പോൾ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ പലതും പറഞ്ഞ് ഉണ്ടാക്കിയ തീക്കട്ടകളാണ്. എനിക്ക് ദുനിയാവിൽ പേടി. എനിക്ക് എൻ്റെ പെണ്ണിനെയും എൻ്റെ പെണ്ണുങ്ങളെ പെരക്കാരിയാണ്. അതെ, ഓള അഞ്ചത്തിന രണ്ടും അത്രക്കും മോശമായി പെണ്ണുങ്ങൾ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അത്രക്കും മോഷ്ടിക്കാനാണെങ്കിൽ അങ്ങനെ, ഒരാളെ ഇടങ്ങാറാക്കണമെങ്കിൽ അങ്ങനെ. ഓൾക്ക് ഓലയിലും മേലെ ഒരാളില്ല എന്നുള്ളൊരു ചിന്തയാണ്. അല്ല സമീറയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഉമ്മ പറഞ്ഞിന്. ഫോണ് വിളിച്ചിട്ട് കിട്ടണില്ല, സ്വിച്ച് ഓഫ് എന്നൊക്കെ പറഞ്ഞത്. എന്തിന്? ഫോണൊക്കെ പോലെ പാത്തിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് സാധനങ്ങൾ. ഷെറീന എന്ന് പറഞ്ഞിട്ട് ഒരുത്തിയതാ ഇടക്കിടെ പോവുക വരിക. ഞാൻ ചോദിച്ചാൽ എൻ്റെ നേർക്കുണ്ട് എടുക്കും. പേരിന് ആ പെണ്ണിനെ ഒരു കാര്യത്തിന് വിളിച്ചു എന്നുള്ളൊരു പേരും വന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്നും അതിനെ കുറ്റിയുള്ള പ്രശ്നം തന്നെയാണ്. ആവശ്യമില്ലാത്ത വെറുതെ മനുഷ്യരെ അടങ്ങാറാക്കുക. ഒന്നാണ്ട് പോയി കിട്ടുന്നതെന്ന് വരെ തോന്നിപ്പോയിക്കണം. ഞാൻ പലവട്ടം മറിച്ച് എന്തിനങ്ങോട്ട് എഴുന്നള്ളുന്നത്? അവിടെ ഓരോരുത്തർ നിന്നോട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ്. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടക്കും. നിങ്ങൾ കാട്ടും പോലെ ഞാൻ കാട്ടിട്ടില്ല ഒരു ഡയലോഗും. പിന്നെ നമുക്ക് മുണ്ടാൻ വയ്യല്ലോ. വെറുതെ എന്തിനാ ഒരു ബന്ധം തകർക്കണ വിചാരിച്ചു കണ്ട് ഞാനാണെങ്കിൽ പിന്നൊന്നും മുണ്ടില്ല. പേടിയാണ് ഇറ്റങ്ങളെ. ഒന്നിനും മടിക്കൂല. മനുഷ്യനെ ഇല്ലാതാക്കാനും മടിക്കാത്ത സാധനങ്ങളാണ്. പെട്ടുപോയി. അതിലൊക്കെ ഞാൻ 2 മക്കളും ഉണ്ടായി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ റബ്ബേ. റഷീദിൻ്റെ സങ്കടങ്ങളെല്ലാം അത് ഷമ്മാസിനോട് പറഞ്ഞു. ഷമ്മാസിന് മനസ്സിലായി, അതെ, ഈ ഭൂമിയിൽ അത്രക്കും വിഷജന്തുക്കളായ 2 ഫസീലയെ കഴിഞ്ഞാൽ പിന്നെ ഇവരായിരിക്കും എന്ന് ഷമ്മാസിന് തോന്നിപ്പോയി. റബ്ബേ, അവരുടെ ഷെറിൽ നിന്ന് എങ്ങനെയെങ്കിലും സമീറയെ രക്ഷിക്കണം. സമീറ രക്ഷപ്പെട്ടേ മതിയാവും. അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പഠിച്ചോനെ, സമീറയെ നീ രക്ഷിക്കല്ല. നീ വിചാരിച്ചാൽ എല്ലാം നടക്കുമല്ലോ. ഷമ്മാസ് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. കാരണം പാവം പെണ്ണാണ്, കഷ്ടപ്പെടുത്താൻ പാടില്ല. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അല്ലാതെ അവരുടെ ആ തേനീച്ചക്കൂട്ടിലേക്ക് അവളെ ഇട്ടുകൊടുത്താൽ അവരെല്ലാവരും അവളെ തിന്നും, അതുറപ്പാണ്. എന്നാൽ ഈ സമയം സമീറ ഉമ്മാക്ക് ചായം കടയെ കൊടുത്ത് ചോറിനുള്ള വെള്ളം വെച്ച് മീൻ മുറിക്കാനും ഒക്കെ നിൽക്കുകയാണ്. പഠിച്ചോനെ, വേഗം പണിയിക്കണം. ഇന്ന് എന്തായാലും വേണ്ടില്ല, നിസ്കാരക്കുപ്പായം അത് ആ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കണം. അല്ല ഞാൻ എൻ്റെ സുബിയൊക്കെ തെറ്റിപ്പോവും. എന്നത്തെയും പോലെ ഉമ്മയെ വിചാരിച്ചിട്ട് മാത്രമാണ് റബ്ബേ നിൽക്കുന്നത്. ഉമ്മാക്ക് ഒന്ന് സുഖപ്പെട്ടാൽ വല്ല ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി നിൽക്കാൻ പാടില്ല. അതെ, രാത്രി
എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് മെല്ലെ ഇവിടുന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും. ഏതോ ഒരുത്തി എൻ്റെ ഭർത്താവിൻ്റെ പെണ്ണായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. റബ്ബേ, അത് കാണാനുള്ള കരുത്തൊന്നും എനിക്കില്ല. ആയിക്കോട്ടെ, ഓലെല്ലാം ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി. അല്ലാ, എൻ്റെ ഫോൺ വരെ അവർ എടുത്തു വെച്ചു. എന്തിനാ റബ്ബേ എന്നോട് ഇത്രക്കും ചതി ഇവർക്ക്? സമീറ, എൻ്റെ പണി എന്തെപ്പോഴും കഴിഞ്ഞില്ലേ? അതേ, കുറച്ചവിടെ കൊത്തി കിടക്കാണ്ട് ഇജൊന്നും നിൻ്റെ ഒപ്പം കൂടണം, ഞാൻ നിന്നരാ. അതെ, സ്വർണം തിരിയുവാനാണ് ഇപ്പോഴും റാഹിൽ അവിടെ. അന്ന് മുതലേ അവളവിടെ കിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ പറയും അവൾക്ക് ഭ്രാന്താണ് എന്ന്. എന്നാൽ അത് കേട്ടുകൊണ്ട് ഉമ്മ പറഞ്ഞു, സമീറ, ഓളോളെ പണി എന്താ വെച്ചെടുത്തോട്ടെ. ഇജ ആ പണിക്ക് പോകുന്നെ വേണ്ട. ഇജ എൻ്റെ പണി എന്താ വെച്ചെടുത്തോ. ഓൾ അങ്ങനെ കൊത്തി കളിച്ചോൾക്ക് പിരാന്താണ്, മൂച്ചി പിരാന്ത്. റാഹിലാക്ക് പിരാന്താണ്. ഉമ്മ ശബ്ദത്തോടെ അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ നേരെ റാഹില്, എന്താ തള്ള നിങ്ങൾ ചിലക്കണത്? വെറുതെ നിങ്ങൾ കയ്യും കാലുകൊണ്ടും വയ്യാതെ അവിടെ ഇരിക്കണത്. നിങ്ങൾ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കല്ലേ. പിന്നെ എന്ത് കാര്യത്തിനാണ് ഇജ അവിടെ കുത്തി കളിക്കണത്? ഇജെന്തി അവിടെ കുഴിച്ചിട്ടിക്കണോ? അത് പറയും. അത് കേട്ട് അവൾ ഒരു നിമിഷം മിണ്ടാ എന്നോ. എന്തൊക്കെയമ്മ നിങ്ങളീ പറയണത്? എന്നാൽ സമീർക്ക് കാര്യമെല്ലാം മനസ്സിലായതാണ്. റാഹിലെ കുഴിച്ചിട്ട് പൊന്ന് കിട്ടിയത് അവൾക്കാണ്. അത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്തു. അത് ആ സമയാസമയം ചെയ്തത് കൊണ്ട് അത് അവരുടെ കൈകളിലെത്തി. പക്ഷേ ഇപ്പോഴും റാഹില അത് കിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെയുണ്ടോ അവിടെയുണ്ടോ എന്ന് കരുതി മുഹ്സിൻ തങ്ങൾ നല്ലൊരു പണിയാണ് റാഹിലക്ക് കൊടുത്തത്. എന്തൊക്കെ തന്നെയായാലും സമീറ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടുവാനുള്ള വഴി എങ്ങനെ ഉണ്ടാകും? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ മറ്റേ മരുമകൾ വരുമ്പോൾ ഈ വീട്ടിലെ സ്ഥിതിഗതികൾ എന്തായിരിക്കും എന്നും നമുക്ക് കാണാം. എന്തൊക്കെ തന്നെയായാലും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് കമൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നെഗറ്റീവ് കമൻസുകൾ പല പല രീതിയിലും വരുന്നുണ്ട്. അത് ആരൊക്കെയാണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. നിങ്ങളോടൊക്കെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ എഴുതുന്നതിൽ സന്തോഷം. എഴുതിക്കോളൂ, ഇഷ്ടം പോലെ മാക്സിമം എഴുതണം. അതേ എനിക്ക് പറയുവാനുള്ളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.